ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്. അതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ലെഡ്ജേഴ്സുകൾ നമ്മൾ പഠിച്ചു. അതിൽ ഫസ്റ്റ് വൺ പഠിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. ദെൻ നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ എന്നുള്ളതാണ്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് കാണാൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്താണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് in net asset or wealth of an entity. Indian Accounting Standard 1 required preparation of change in equity as a separate statement. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലേ, അതായത് അസറ്റിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നത്. അസറ്റ് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമ്പത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അസറ്റിൽ എന്തെങ്കിലും ഉയർച്ചയോ അല്ലെങ്കിൽ താഴ്ചയോ, അതായത് നമ്മുടെ കമ്പനി നല്ല രീതിയിലാണോ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മളെ കമ്പനി മോശം സ്ഥിതിയിലാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെഡ്ജറാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റീസ് എന്ന് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഫസ്റ്റ് കാര്യമാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കോമ്പണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വർഷം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു മോഡൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് അടുത്ത സെമ്മോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സെമ്മിലോ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കോമ്പണൻസ് ആണ് അതിലുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് നോക്കാം, ഓപ്പണിംഗ് ബാലൻസ്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് അല്ലേ. അപ്പോൾ നോക്കുക, ഓപ്പണിംഗ് ബാലൻസ് മീൻസ് ദ റെപ്രസെൻറ്റ് ദ ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓർ റിസർവ്. അതായത് എന്താണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാലൻസ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയുടെ ബാലൻസ് ആയിരിക്കും, ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ്. ഇത് ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നിട്ടുണ്ടാകും. ഇത് രണ്ടാമത്തത് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസീസ് അല്ലേ. നമ്മൾ ഈ വർഷം എന്തെങ്കിലും അക്കൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസീസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഷെയർ ഹോൾഡേഴ്സിന് പ്രകാരം അവരെ റിക്വയർമെൻറ്റ് പ്രകാരം മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതാണ് ഇവിടെ രേഖപ്പെടുത്തുക. അതായത് എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. നെക്സ്റ്റ് നോക്കുക, എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രിയർ പീരീഡ് എറേഴ്സ്. അതായത് എന്താണ് എന്തെങ്കിലും എറേഴ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ പ്രിയർ പീരീഡ് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ദെൻ നെക്സ്റ്റ് റീസ്റ്റേറ്റഡ് ബാലൻസ്. അതായത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ അക്കൗണ്ടിങ് പോളിസിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇവിടെ എഴുതുക. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തും. ഇപ്പോൾ ഫർദർ ഷെയർ ക്യാപിറ്റൽ ഇപ്പോൾ എയും ബിയും ആണ് എന്തെങ്കിലും എക്സാമ്പിളായിട്ട് പറയാം, എയും ബിയും ആണ് ഒരു 10 ലക്ഷം രൂപ പ്രകാരം എടുത്തിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണത്. ഇനി പ്രത്യേകമായിട്ട് സി എന്ന് പറഞ്ഞ ഒരാൾ ഒരു 5 ലക്ഷം രൂപ കൂടി ഫർദർ ക്യാപിറ്റൽ വെച്ചിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളെന്ത് ചെയ്യും, ചേഞ്ച് ഇൻ ഷെയർ ക്യാപിറ്റലിൽ നമ്മളിവിടെ ആഡ് ചെയ്യും. നെക്സ്റ്റ് ഡിവിഡൻറ്റ്. നമുക്കറിയാം ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ അസറ്റിൽ നിന്ന് ഡിക്രീസ് ചെയ്യേണ്ടി വരും അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ടാണ് ഡിവിഡൻറ്റ് എന്ന് പറയുക. അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടാണ് കാണിക്കുക. ദെൻ നെക്സ്റ്റ് ഇൻകം ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഈ വർഷം അല്ലെങ്കിൽ ഇൻകം ആണോ ലോസ് ആണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ റീവാലുവേഷൻ റിസർവ്. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വാലുവേഷൻ എന്ന് പറഞ്ഞാൽ വാലുവേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയം നടത്തുക. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പുനർമൂല്യനിർണ്ണയം നടത്തുക. അതായത് അസറ്റിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക,
റീവാല്യൂ ചെയ്യുക, അതാണ് ഇവിടെ കാണിക്കുന്നത്. റീവാലുവേഷൻ ചിലപ്പോൾ മേ ബി എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും റീവാലുവേഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് മീൻസ് ഗെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ലോസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അസറ്റിന് സാധാരണ ലാൻഡിനൊക്കെ എന്താണ് റീവാലുവേഷന് ഗെയിൻ ആയിരിക്കും ഉണ്ടാവില്ല. കഴിഞ്ഞ വർഷത്തെ അസറ്റിൻ്റെ ലാൻഡിൻ്റെ വാല്യൂ ആയിരിക്കില്ല, ഈ വർഷം കൂട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ മെഷീനറി, ബിൽഡിങ് പോലത്തുള്ള വെഹിക്കിൾസ് പോലത്തുള്ള അസറ്റിൻ്റെ എന്തായിരിക്കും ഡിക്രീസിങ് ടെൻഡൻസി ആയിരിക്കും കാണുക. അതാണ് നമ്മളിവിടെ പറയുന്നത് ചേഞ്ച് ഇൻ റീവാലുവേഷൻ. പിന്നെ അതുപോലെ റിസർവ് ഓർ സർപ്ലസ്, റിസർവും അതുപോലെ തന്നെ റിസർവിൽ എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ അതർ ഗെയിൻ ആൻഡ് ലോസ്. ഇനി വേറെ എന്തെങ്കിലും പ്രോഫിറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്ലോസിങ് ബാലൻസ്, ആ വർഷത്തെ ടോട്ടൽ ക്ലോസിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാനുള്ള എലമെൻറ്റ്സ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നോക്കാം, ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിൻ്റെ ഫോർമാറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പെർഫോമ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, ഷോർട്ട് ഫോമിൽ SOC എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ലെഡ്ജർ ഇങ്ങനെയാണ് വരയ്ക്കുക. അത് നമ്മൾ പറഞ്ഞ ഹെഡിങ്ങുകൾ അല്ലേ, നമ്മൾ ബാലൻസ്, അത് കറപ്ഷനോ പ്രിയ പീരീഡ് എന്നുള്ളതൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ താഴേക്കായിട്ട് നമ്മളിവിടെ എഴുതും. അതിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ വെർട്ടിക്കലായിട്ട് കോളം വരച്ച് കണ്ട് എഴുതുക. അപ്പോൾ ഈ ഫോം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലത്തിൽ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രോബ്ലത്തിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയാൽ മതി. നെക്സ്റ്റ് നോക്കാം, പർട്ടിക്കുലേഴ്സ് കോളംസ് നോക്കാം. ഫസ്റ്റ് കോളം പർട്ടിക്കുലേഴ്സ്, പിന്നെ നോട്ട് നമ്പർ, അതായത് നമുക്ക് എന്തെങ്കിലും മെൻഷൻ ചെയ്യാനുണ്ടെങ്കിൽ, സബ് നോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് കൊണ്ടും ബാലൻസ് ഷീറ്റിലൊക്കെ നമ്മൾ നോട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കൊടുക്കും, ഡിപ്രീസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് താഴെയായിട്ട് അവിടെ നോട്ട് നമ്പർ ആക്കി കൊടുക്കും. അതുപോലെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നോട്ട് നമ്പർ. ദെൻ ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ നോക്കുക, ബാലൻസ് ഇൻ ദ ബിഗിനിങ്, ഷെയർ ക്യാപിറ്റൽ എന്നാണ് രണ്ടാമത്തെ കോളം. ഇപ്പോൾ എന്താണ് ബാലൻസ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ് ബിഗിനിങ്ങിൽ എത്രയാണോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കോളം റീറ്റേൺഡ് ഏണിങ്സ്, സെക്യൂരിറ്റി പ്രീമിയം, റീവാലുവേഷൻ സർപ്ലസ്, അതർ റിസർവ്, ടോട്ടൽ ഇക്വിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള വേർഡ്സാണ്. ഷെയർ ക്യാപിറ്റൽ നമുക്കറിയാം, റിട്ടേൺഡ് ഏണിങ്സ് നമുക്കറിയാം, റിട്ടേൺഡ് ഏണിങ്സ്. ദെൻ നെക്സ്റ്റ് സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ പഠിച്ചതാണ്, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീമിയത്തെ എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതാണ്. റീവാലുവേഷൻ സർപ്ലസ്, റീവാലുവേഷൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത്. അതർ റിസർവ്, വേറെ എന്തെങ്കിലും റിസർവ് ഉണ്ടെങ്കിൽ, റിസർവ് ആൻഡ് സർപ്ലസ് ആണ് റിസർവ്. ദെൻ ടോട്ടൽ ഇക്വിറ്റി, ടോട്ടൽ എത്രയാണെന്നുള്ളത്. ഓക്കെ, പിന്നെ താഴേക്ക് ABCD നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ബാലൻസ് ഇൻ ദ ബിഗിനിങ്, ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ആ വർഷം എന്താണോ ബാലൻസ് ഉള്ളത് അതിൻ്റെ ബാലൻസ്. ദെൻ കറപ്ഷൻ ഓഫ് പ്രിയർ പീരീഡ് എറേഴ്സ്, നമ്മൾ നേരത്തെ എഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രിയർ പീരീഡ് എറർ അല്ലേ, എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി, നേരത്തെ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ കോമ്പണൻസ് പറഞ്ഞതാണ്. ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി ചേഞ്ചസ് ഉണ്ടെങ്കിൽ റിട്ടേൺഡ് ബാലൻസ് ഇൻ ദ ബിഗിനിങ്. ദെൻ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ, അങ്ങനെ ABCD എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയറിൻ്റെ താഴെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, സബ് പോയിൻറ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സബ് പോയിൻറ്റുകളാണ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ, റിവാലുവേഷൻ ഓഫ് നോൺ കറൻറ്റ് അസറ്റ്, ചേഞ്ച് ഇൻ റീമെഷറിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഹെൽഡ് ആസ് അവൈലബിൾ ഫോർ സെയിൽസ്. പുറത്ത് വന്ന് എഫക്റ്റീവ് പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ ഓഫ് ഹെഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ക്യാഷ് ഫ്ലോ എഡ്ജ്. ദെൻ ഫിഫ്ത്ത് വണ് അക്രൂവൽ ഗെയിൻ ആൻഡ് ലോഡ്സ് ഓൺ ഡിഫൈൻഡ് ബെനിഫിറ്റ് പ്ലാൻസ്. സിക്സ്ത് വണ് ഗെയിൻ ഓൺ ട്രാൻസ്ലേഷൻ ഓൺ ഫോറിൻ ഓപ്പറേഷൻ. അതായത് ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത് വരുന്ന സബ്ബായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഈ വർഷം അല്ലെങ്കിൽ അത് മീൻസ് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ്
ചേഞ്ച് ഇൻ ഇക്വിറ്റി ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്തുനിന്ന് നമുക്ക് ഇൻകം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്, ഇയിൽ എഴുതേണ്ടത്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് 1 2 3 4 5 6 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ നമുക്കെന്ത് 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വണ് ഡിവിഡൻഡ് അല്ലേ, ഷെയർ ഡിവിഡൻഡ് കൊടുത്തു. ഇത് രണ്ടാമത്തത് ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്, എത്ര ഷെയർസ് പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്തു. 3 കൊടുത്തിട്ട് ബൈ ബാക്ക് ഓഫ് ഷെയർസ്, എത്ര ഷെയറുകൾ ബൈ ബാക്ക് ചെയ്തു തിരിച്ചെടുത്തു. ദെൻ ഫോർത്ത് വണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, എത്ര ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണ് എഴുതുക. അതിൻ്റെ ടോട്ടൽ എഫ് എന്നുള്ളത്, അതായത് ഈ 1 2 3 4ൻ്റെ ടോട്ടലായിട്ട് എമൗണ്ട് ആണ് നമ്മൾ ടോട്ടൽ എഫ് എഴുതാം. ഓക്കെ, ദെൻ ജി എന്ന് പറഞ്ഞത് ബാലൻസ് അറ്റ് ദ എൻഡ്. ബാലൻസ് അറ്റ് ദ എൻഡിൽ നമ്മളിവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് DEF, D പ്ലസ് E പ്ലസ് F. ഡിൻ്റെ ടോട്ടൽ, ഇൻ്റെ ടോട്ടൽ, എഫിൻ്റെ ടോട്ടൽ, അങ്ങനെ ടോട്ടലാണ് ഇതാ ബാലൻസ് അറ്റ് ദ എൻഡ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. നമ്മൾ അതിൻ്റെ കോമണൻസ് പഠിച്ചതാണ്. ഇങ്ങനെയാണ് പർട്ടിക്കുലേഴ്സിൽ നമ്മൾ നേരത്തെ കോമണൻസ് പറഞ്ഞത് താഴേക്ക് എഴുതും. ദെൻ റൈറ്റ് സൈഡിൽ ഓരോ കോളം ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വണ് ബാലൻസ് ഇൻ ദ ബിഗിനിങ്, ബി എന്ന് പറഞ്ഞിട്ട് കറപ്ഷൻ, പ്രിയർ പീരീഡ് എറേഴ്സ്, സി ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി, ഡി റീസ്റ്റേറ്റഡ് ബാലൻസ് ഇൻ ദ ബിഗിനിങ്, ഈ ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ എന്ന് എഴുതും. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ ഇ എന്നുള്ളത് താഴെ എഴുതണം. അതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് ഒരു 6 ഐറ്റംസ് ഉണ്ട്. ആ 6 ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞു. ദെൻ എഫിൻ്റെ പറഞ്ഞത് ട്രാൻസാക്ഷൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏതൊക്കെയെന്ന് പറഞ്ഞു. ഇനി ടോട്ടൽ എഫ് എന്താണെന്ന് എഴുതും. ദെൻ എഫ് കഴിഞ്ഞാൽ ABCDEFG എന്ന് പറഞ്ഞ പോയിന്റിൽ ബാലൻസ് അറ്റ് ദ എൻഡ്, അവിടെ നമ്മൾ D പ്ലസ് E പ്ലസ് F ആണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഓഫ് ആൽഫ ലിമിറ്റഡ് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2020. താഴെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി ഉണ്ടാക്കുക. 31/3/2020 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റീസുകൾ ഉണ്ടാക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള എമൗണ്ടുകളൊക്കെ ക്രോറിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഇൻ ദ ബിഗിനിങ് 200 crores, റീറ്റേൺഡ് ഏർണിങ്സ് ഇൻ ദ ബിഗിനിങ് 400, സെക്യൂരിറ്റി പ്രീമിയം ഇൻ ദ ബിഗിനിങ് 200, capital redemption reserve in the beginning 200, revaluation reserve in the beginning 200, prior period errors resulting in increase in profit 20, change in accounting policy resulting in increasing policy 40, net profit for the period 80, revaluation gain on non-current fixed asset 40, fair value change of financial asset held as available for sales 80, effective portion of upward change in fair value of hedging instruments in cash flow hedge 20, accrual gain on defined benefit plan 20, dividend payment 20, issue of 2 crore new shares of rupees 10 each at rupees 100 each, buyback of 80 lakh shares of rupees 10 each at rupees 50 each out of security premium, issue of bonus shares, security premium issue, ലൈനാണ് security premium, issue of bonus shares out of capital redemption reserve 180. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കുക, സിമ്പിളായിട്ട് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് എടുത്തതിന് ശേഷം ആദ്യം ക്വസ്റ്റ്യൻ എഴുതുക. അതിന് ശേഷം നിങ്ങൾ വൃത്തിയായിട്ട് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിൻ്റെ ഫോർമാറ്റ് വരച്ച് വെക്കാം. ABCDEFG എന്നുള്ളത് വരെ താഴേക്കും,
പിന്നെ റൈറ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ നോട്ട് നമ്പർ, ഷെയർ ക്യാപിറ്റൽ, റിട്ടേൺ ഏർണിങ്സ്, സെക്യൂരിറ്റി പ്രീമിയം, റിസർവ്, റീവാലുവേഷൻ സർപ്ലസ്, അതർ റിസർവ്, ടോട്ടൽ ഇക്വിറ്റി എന്നുള്ള കോളം വെർട്ടിക്കലായിട്ടും വരച്ചു വെക്കാം. എന്നിട്ട് ഓരോ ഐറ്റംസും എവിടെ വരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിലേക്ക് എൻട്രി ചെയ്യുക. അതായത് കൺസേൺഡ് ആയിട്ടുള്ള ഐറ്റംസ് ഹെഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്താൽ മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ എത്ര ഉള്ളൂ, സിമ്പിളാണ്. ജസ്റ്റ് നോക്കാം, നമ്മൾ ചെയ്ത കാര്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, SOC ആണ്, സി എന്നാണ്. ഫസ്റ്റ് നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഇൻ ദ ബിഗിനിങ്, ഷെയർ ക്യാപിറ്റലിൻ്റെ ബാലൻസ് എത്ര നോക്കാം. എത്രയാണ് കൊടുത്തിട്ടുള്ളത്? ക്വസ്റ്റ്യനുണ്ട് 200. ദെൻ ബാലൻസ് ഇൻ ദ ബിഗിനിങ് ഓഫ് റിട്ടേൺഡ് ഏർണിങ്സ് 400. ബാലൻസ് ഇൻ ദ ബിഗിനിങ് സെക്യൂരിറ്റി പ്രീമിയം 200. ബാലൻസ് ഇൻ ദ ബിഗിനിങ് ഓഫ് റീവാലുവേഷൻ സർപ്ലസ് 200. ബാലൻസ് ഇൻ ദ ബിഗിനിങ് അതർ റിസർവ് 200. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഇക്വിറ്റി എന്നുണ്ട്. അപ്പോൾ എയുടെ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 1200 നമുക്ക് എങ്ങനെ കിട്ടി? ഷെയർ ക്യാപിറ്റൽ 200, റിട്ടേൺ ഏർണിങ്സ് 400, സെക്യൂരിറ്റി പ്രീമിയം 200, റീവാലുവേഷൻ സർപ്ലസ് 200, അതർ റിസർവ് 200. അപ്പോൾ 200, 400, 600, 600, 200, 800, 800, 200, 1000, 1000, 200, 1200. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? ഇതാ ഇവിടെ 1200 എന്ന് കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കുക, കറപ്ഷൻ ഓഫ് പ്രിയർ പീരീഡ് എറേഴ്സ്. അതിന് ഷെയർ ക്യാപിറ്റൽ ഇല്ല, അവിടെ റീറ്റേൺഡ് ഏർണിങ്സിൽ 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നോക്കുക, 20 ഇതാ. പിന്നെ സെക്യൂരിറ്റി പ്രീമിയത്തിലില്ല, അതുപോലെ റീവാലുവേഷൻ സർപ്ലസിലില്ല, അതർ റിസർവിലില്ല. അപ്പോൾ ഈ നെക്സ്റ്റ് ടോട്ടൽ എന്ത് ചെയ്യുക, ഈ 20 ഇങ്ങോട്ട് എടുത്ത് ചെയ്ത്, അതാണ് 20. നെക്സ്റ്റ് ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസി. അതിൽ നോക്കുക ഏതിലുള്ളത്, റിട്ടേൺഡ് ഏർണിങ്സിൽ മാത്രമുള്ള 40, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ ബ്ലാങ്ക് ആക്കിയിടുക. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 40 എന്നുള്ളത് ഇവിടെ ഇതാ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ഇവിടെ നോക്കുക റീസ്റ്റേറ്റഡ് ബാലൻസ് ഇൻ ദ ബിഗിനിങ്. അതായത് ഇതിൻ്റെ ടോട്ടലാണ് നമുക്ക് എഴുതേണ്ടത്. ഏതിൻ്റെ? ABCയുടെ ടോട്ടലാണ് നമുക്കിവിടെ എഴുതേണ്ടത്. താഴേക്ക് റീസ്റ്റേറ്റഡ് ബാലൻസ് ഇൻ ദ ബിഗിനിങ്ങിൽ നമുക്ക് എത്ര ബാലൻസ് വന്നുള്ളത്. അപ്പോൾ നോക്കുക, ഈ 200 നേരെ താഴത്ത് എഴുതി 200. ദെൻ റീറ്റേൺഡ് ഏർണിങ്സിൽ 400, 20, 40 അവിടെ എത്ര? 460 കിട്ടി. ദെൻ സെക്യൂരിറ്റി പ്രീമിയത്തിൽ വേറെ ഒന്നുമില്ല, അപ്പോൾ ഇവിടെ 200 എഴുതി. ദെൻ റീവാലുവേഷൻ സർപ്ലസ് നേരെ താഴത്തേക്ക് എഴുതി 200 എന്ന് കിട്ടി. ദെൻ അതർ റിസർവ് നമുക്ക് ടോട്ടൽ 200 എന്ന് കിട്ടി. ദെൻ ടോട്ടൽ ഇക്വിറ്റി എത്ര കിട്ടി നമുക്ക്? റീസ്റ്റേറ്റഡ് ബാലൻസ് ദ ബിഗിനിങ് 1200, 20, 40, എന്നിട്ട് 1260 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ആണ് എന്ത്? ടോട്ടൽ കോംപ്രിഹെൻസീവ് ഇൻകം ഫോർ ദ ഇയർ. അതിൽ നോക്കുക എന്തൊക്കെയുണ്ട് നോക്കുക. അതിൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ? റിട്ടേൺഡ് ഏർണിങ്സിൻ്റെ 80, വേറൊന്നുമില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, അതിൻ്റെ ടോട്ടലിലൂടെ ടോട്ടൽ ഇക്വിറ്റിൻ്റെ നേരെ ഇവിടെ എഴുതി. നെക്സ്റ്റ് രണ്ടാമത്തെ റീവാലുവേഷൻ ഓഫ് നോൺ കറൻറ്റ് അസറ്റിൽ ഇവിടെ ഇല്ല. ഏതിലുള്ളത്? റീവാലുവേഷൻ സർപ്ലസിലുണ്ട്. ദെൻ അതെന്ത് ചെയ്യുക, നമ്മളിവിടെ റീവാലുവേഷൻ സർപ്ലസിൽ എഴുതണം. അതിവിടെ ആണ് ചേഞ്ച് ഇൻ റീമെഷറിങ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ഹെൽഡ് ആസ് അവൈലബിൾ ഫോർ സെയിൽസ്. അത് ഏതിൽ മാത്രമുള്ള റീവ്യൂ പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ഫെയർ വാല്യൂ ഓഫ് എഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ വാല്യൂ ഓഫ് എഡ്ജിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ക്യാഷ് ഫ്ലോ എഡ്ജ്. അതിൽ നമുക്കിവിടെ 20 ഉണ്ട്. അതിൻ്റെ ടോട്ടൽ അവിടെ നമ്മൾ എഴുതി. നെക്സ്റ്റ് നമുക്കുള്ളത് ഏതാണ്? ഗെയിൻ ഓൺ ട്രാൻസാക്ഷൻ ഓഫ് ഫോറിൻ ഓപ്പറേഷൻ. അതിൽ നമുക്ക് ഇവിടെ മാത്രമുള്ള അവിടെ ടോട്ടൽ നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഓരോ കോളം നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. ടോട്ടൽ ഏതാണ്? ടോട്ടൽ നമുക്ക് ടോട്ടൽ ഉണ്ട്. ടോട്ടൽ ഇവിടെ ഉണ്ട്, താഴ്ന്നു പോയതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ചെയ്താൽ 80, ഇതിൻ്റെ ടോട്ടൽ 160 40, 80, 120, 120, 140, 140, 20, 160. നമ്മളിവിടെ 160 എഴുതി. ദെൻ അതിൻ്റെ ഗെയിനിൻ്റെ ടോട്ടൽ 80, 80, 20, 20, 240 നമുക്ക് കിട്ടും. അപ്പോൾ ഈ കിട്ടി നമുക്ക്. ഡിയുടെ ടോട്ടൽ കിട്ടി അല്ലേ? ഡിയുടെ ടോട്ടൽ ഇവിടെ നമ്മളിവിടെ 200, 460, 200, 200, 200, 1260 എഴുതി. അതുപോലെ
ഇയുടെ ടോട്ടൽ നമുക്കിവിടെ കിട്ടി 80, 160, 200 എന്നുള്ളത് കിട്ടി. ബാക്കി ഈ 2, 1, 2, 3 കോളം ബ്ലാങ്ക് ആണ്. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് കിട്ടാനുള്ളത് ഏതാണ്? എഫ് അല്ലേ. എഫിൽ ട്രാൻസാക്ഷൻ വിത്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് നമ്മളിവിടെ എഴുതി. ദെൻ അതുപോലെ അതിൻ്റെ ടോട്ടൽ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻറ്റ് അവിടെ എഴുതി. ദെൻ അതുകൂടെ ഇവിടെ 20 ഇട്ടത് ഈ മൈനസ് ബ്രാക്കറ്റിൽ ഇടാനുള്ള കാരണം അത് നമുക്ക് മൈനസ് ചെയ്യേണ്ട ഫിഗർ ആയതുകൊണ്ടാണ്. അതിൻ്റെ ടോട്ടൽ ഇവിടെ എഴുതി. ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് 20 ചെയ്യുന്നുണ്ട്. അതുപോലെ 80, 150 ചെയ്യുന്ന അങ്ങനെ ടോട്ടൽ 200. ദെൻ ബൈ ബാക്ക് ഓഫ് ഷെയർസ് 8, അതിൻ്റെ ടോട്ടൽ ഇവിടെ 14 എഴുതി. ഇനി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് 180 ആണ്. അതിൻ്റെ ടോട്ടൽ ഇവിടെ നമ്മൾ എഴുതി. ഓക്കെ, ഇനി നോക്കാം ഇതിൻ്റെ ടോട്ടൽ നമുക്ക് താഴെ എഫിൻ്റെ ടോട്ടൽ 192, 28, 148 ഇവിടെ ഒന്നുമില്ല. നെക്സ്റ്റ് 172 ഇവിടെ 200 നമ്മളെന്ത് ചെയ്ത് മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? അവിടെ 40 ആണ്. 40, 20 കുറച്ച് കഴിഞ്ഞപ്പോൾ 200 ബ്രാക്കറ്റ് ഇട്ടത് എന്താണ്? മൈനസ് ഫിഗേഴ്സിനാണ് കാണിക്കുന്നത്. 200 20, 40 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് 200 60 കുറച്ചപ്പോൾ 140 കിട്ടി. 180 മൈനസ് 150 8 കുറച്ചപ്പോൾ എന്തിന്? മൈനസ് 172 കിട്ടി. 180 മൈനസ് 32 വർഷം 148 കിട്ടി. 20 മൈനസ് രണ്ടും കൂടി ആയത് മൈനസ് എന്ത് കിട്ടി? 100 മൈനസ് 8 കുറച്ചപ്പോൾ നമുക്ക് 192 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ടോട്ടൽ എഫ് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ജി, ബാലൻസ് അറ്റ് എൻഡ്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഡി പ്ലസ് ഇ പ്ലസ് എഫ്. അതായത് നമുക്ക് ഡിയുടെയും ഇയുടെയും എഫിൻ്റെയും ടോട്ടൽ. അതായത് നോക്കാം, ജി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? ഡിയുടെ ടോട്ടൽ ഇതാ ഇവിടെയാണ് ഈ കാണുന്നതാണ് ഡിയുടെ ടോട്ടൽ. 200, 460, 200, 200, 1260 അതാണ് ഡിയുടെ ടോട്ടൽ. ഇനി ഏതിൻ്റെ ടോട്ടൽ? ഇയുടെ ടോട്ടൽ. ഇതാ ഇവിടെ ഇയുടെ ടോട്ടൽ ഉണ്ട്. ആ ലൈന് വിട്ടുപോയതാണ്. ഇയുടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 80, 160, 240 അതാണ് ഇയുടെ ടോട്ടൽ. ഇനി എഫിൻ്റെ ടോട്ടൽ അല്ലേ. എഫിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഇതാ 192, 28, 48 ബ്ലാങ്ക്, 172 മൈനസാണ് 140. അതും കൂടി ആഡ് ചെയ്യുക. അതാണ് ജിയുടെ ടോട്ടൽ. ബാലൻസ് അറ്റ് ദ എൻഡ് ഡി പ്ലസ് ഇ എന്നുള്ളതാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലൻസ് അറ്റ് ദ എൻഡ് ഡി പ്ലസ് ഇ പ്ലസ് എഫ്. അപ്പോൾ ഡിയുടെ ടോട്ടൽ നമുക്കറിയാം, ഇയുടെ ടോട്ടൽ നമുക്ക് കിട്ടി, എഫിൻ്റെ ടോട്ടൽ. അപ്പോൾ ഈ മൂന്നും കൂടി ആഡ് ചെയ്താൽ കിട്ടണേ. അതുകൊണ്ടാണ് 392, 512, 348, 360, 258. ഇനി ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടലാണ് എന്ത്? 1640 എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അത് അങ്ങോട്ട് കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം, ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെഡ്യൂളൊക്കെ വരച്ചിട്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. പിന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റുകൾ 3 നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ അത് ക്വസ്റ്റ്യന് വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഫോർമാറ്റ് വരയ്ക്കുക. ആ ഫോർമാറ്റ് വരച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.